Hi friends, it's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you. നമ്മൾ ഒത്തിരി വിഷയങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം പെട്ടെന്ന് മനോമുഖരത്തിലേക്ക് വന്നത് ഇന്ന് നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് പമ്പ മണപ്പുറത്ത് നടക്കുന്ന അയ്യപ്പ സംഗമം. അതിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസാണ്. അത് നമ്മുടെ നാടിനെ വളരെയധികം ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പലപ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹാശിസ്സുകളെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡും വളരെ ഉയർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് നാം കാണുന്നത്. നമുക്ക് വയനാട്ടിൽ തുരങ്കം പണിയാൻ ആരംഭിച്ചു. നമുക്ക് ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. നമുക്ക് അതിശക്തമായ വിദ്യുച്ഛക്തി ചാലക സംവിധാനം സ്ഥാപിച്ചു. ഒന്നാന്തരം നാഷണൽ ഹൈവേ പണിതു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവൃത്തികൾ. അതുപോലെ തന്നെ നമ്മുടെ 18 വെള്ളപ്പൊക്കം, കോവിഡ്, ഇതിനെല്ലാം അതിജീവിച്ചു. എത്ര സുന്ദരമായിരുന്നു. കോവിഡിനെ അതിജീവിക്കാൻ മനുഷ്യർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. മുഴുവൻ കർഫ്യൂ ആണ്. കാശ്മീരിലൊക്കെ പണ്ട് കേട്ടിരുന്ന കർഫ്യൂ കേരളത്തിൽ വന്നു. അന്ന് നമ്മളെ സംരക്ഷിക്കാൻ കിറ്റ് തന്നു. അപ്പോൾ കിറ്റ് സർക്കാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. കിറ്റ് പാവങ്ങൾ പട്ടിണിക്ക് കിടന്ന് മരിക്കാതിരിക്കുക. പാവങ്ങളല്ല, പണക്കാരനും കടയില്ല. കടയിലങ്ങനെ പണക്കാരനും പാവപ്പെട്ടവനുമായ സാധാരണ എല്ലാ മനുഷ്യർക്കും വേണ്ടി കിറ്റ് തന്നപ്പോൾ അത് കിറ്റ് സർക്കാർ. ഇപ്പം അവരുടെ എല്ലാം കണ്ണ് തള്ളുന്ന രീതിയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഐഡിയൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവന് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും പ്രത്യേക മതത്തെപ്പറ്റി അങ്ങനെ പരസ്യമായി പ്രാർത്ഥിക്കാറുമില്ല, ചെയ്യാറില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ വിചാരവും ദൈവങ്ങളൊക്കെ ഉണ്ട്. അതിമനുഷ്യനാകുമ്പോഴാണ് അവൻ കമ്മ്യൂണിസ്റ്റ്. സാധാരണക്കാരനെ കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റും. എന്നെക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഞാൻ വെറും സാധാരണക്കാരനാണ്. അപ്പോൾ അതിചാരുതയുള്ളവർക്കേ കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റും. അത്തരം ആളുകൾ ഭരിക്കുന്നൊരു ഗവൺമെൻറ് വളരെ 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 ദീർഘവീക്ഷണത്തോടു കൂടി ഇത്തരം ഒരു സംരംഭം ഏറ്റെടുത്തപ്പോൾ അയ്യപ്പ സംഗമം ഇൻ്റർനാഷണൽ പമ്പയിൽ തന്നെ നടത്തുമ്പോൾ അതിലെ ആ ചാരുതയൊന്ന് അതിൻ്റെ ആ സൗന്ദര്യം ഒന്ന് മനസ്സിലാക്കി. അവിടെ വരുന്ന ആളുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യുന്നത് അയ്യപ്പന്മാരായിട്ട് വരുന്നവരുടെ പ്രവൃത്തികൾ, അവർക്ക് സഹായ സൗകര്യങ്ങൾ ഒരുക്കുന്നത് എങ്ങനെയാണ് വേണം അവരെ കരുതാൻ എന്നുള്ള ആ ഒരു വീക്ഷണമാണ് കാണിക്കുന്നത്. അത് നിശ്ചയമായും ഗവൺമെൻറ്റിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഫീസ് ഊരിയിട്ടും ലൈറ്റ് കത്തുക. സ്ട്രീറ്റ് ലൈറ്റ് ഇന്ന് മിക്കവാറും ഞാൻ ഓഫ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഊരുമായിരുന്നു, പക്ഷേ അത് കത്തുക. കൗൺസിലറെ വിളിച്ചെന്ന് പറയണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അയ്യപ്പന്മാർക്ക് യാതൊരു അസൗകര്യവും കൂടാതെ ഒരു മത്സ്യം ജലത്തിൽ ജീവിക്കുന്നത് പോലെ വന്ന് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ നടന്ന് അയ്യപ്പക്ഷേത്രത്തിൽ എത്തുകയും അവൻ്റെ പ്രാർത്ഥനകളും മറ്റനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു മുത്താണ് ഈ അമ്പലം. ഇവിടേക്ക് വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ അവർ ഇവിടെ ചെലവഴിക്കുന്ന പണം അത് സമൂഹത്തിനാകെയാണ് പ്രയോജനപ്പെടുന്നത്. നമുക്കറിയാം, ഞാൻ എരുമേലി സെക്രട്ടറി ആയിരുന്ന സമയത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സമയത്ത് എനിക്കറിയാം, അവർ പറയും ഈ സീസണിൽ ഞങ്ങൾ സമ്പാദിക്കുന്ന പണം കൊണ്ടാണ്
ഒരു വർഷം മുഴുവൻ ഞങ്ങൾ ജീവിക്കുന്നത്. കർഷകർ പറയുന്ന പോലെ ഒരു കാർഷിക വിളയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഒരു വർഷം ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ സമസ്ത മേഖലയുടെയും വികസനത്തിന് ഒട്ടനവധി സംഭാവനകളാണ് ഈ പമ്പയും അനുബന്ധ ഘടകങ്ങളും തരുന്നത് എന്നുള്ളതാണ്. വിശാല വീക്ഷണത്തോടു കൂടി ഇത്തരത്തിലൊരു പദ്ധതി സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് സർക്കാർ സഹായിക്കുന്നതുള്ളൂ ചെയ്യുന്നത്. എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു. താന്താങ്ങളുടെ ചിന്തയോ വിചാരധാരയോ മറ്റൊരാളെ ബാധിക്കരുത് എന്ന വീക്ഷണം മഹത്തായ വീക്ഷണമാണ് അതിൽ നിന്ന് പ്രകടമാകും. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഓഫീസറായിരുന്ന എനിക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിയമപരമായി ചെയ്യാൻ ബാധ്യതയാകുമ്പോൾ ചെയ്യുക, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ നിഷ്ഠാനിഷ്ടങ്ങൾക്ക് അതിന് കാരണമാകുന്നില്ല. പൊതുസമൂഹത്തിൻ്റെ ഉയർച്ചയാണ് നമ്മൾ കാരണമാകുന്നത്. പലപ്പോഴും ചില വീടുകൾ ജപ്തി ചെയ്യാൻ പോയിട്ടുണ്ട്, പല ചില വേലകൾ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. അവരുടെ പൊട്ടിക്കരച്ചിൽ കണ്ടിട്ടുണ്ട്. ചിലരുടെ പൊട്ടിക്കരച്ചിൽ മാറ്റിക്കൊണ്ട് 10-20 വർഷം നമ്പറിടാതെ കിടന്നൊരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സിന് നമ്പറിട്ട് കൊടുത്തപ്പം ആ ഉമ്മായുടെ കരച്ചിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവരെനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഞാൻ മേടിക്കാറില്ല, നിർബന്ധിച്ചോ മേടിച്ചു. വീട്ടിൽ കൊണ്ട് നോക്കിയപ്പോൾ എന്നാ അവരുടെ കടയിൽ ഇങ്ങനെ കറണ്ടില്ലാത്തതുകൊണ്ട് ആരും എടുക്കാത്തതുകൊണ്ട് അവർ വസ്ത്രങ്ങൾ വാങ്ങി വെച്ച് വയ്ക്കും. ലൈറ്റില്ലാത്ത കടയിൽ എന്ത് കച്ചവടം. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞൊരു ഷർട്ട് വീട്ടിൽ കൊണ്ട് പൊടിഞ്ഞത്, ഒരു വെള്ള ഷർട്ട്. എനിക്ക് വലിയ അഭിമാനം തോന്നി. ഞാനത് ആ പൊടിഞ്ഞ ഷർട്ട് എൻ്റെ ജീവിതത്തെ ഗിഫ്റ്റായിട്ടല്ല, ഞാനത് ഒരു അമ്മച്ചിയെ വിഷമിപ്പിക്കണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ട്. അപ്പം ഇഷ്ടാനിഷ്ടങ്ങൾ ചില പോലീസ് ഓഫീസർമാർ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീണ് കിടന്ന് കരയും. നമ്മൾ ചോദിക്കും ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ല എന്നൊക്കെ. പക്ഷേ മനസ്സാക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത്? കാരണം കേസിൽ പ്രതിയാണ്. മയക്കുമരുന്നാണോ വെട്ടിക്കൊലയാണോ എന്ത് കേസ് നമുക്കറിയില്ല. ആ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവന് നിയമം അനുശാസിക്കുന്ന കൃത്യം അവൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ജാതി ഇവിടെ ഈ സർക്കാർ ഈ പമ്പ മണപ്പുറത്ത് ഇത്രയും വലിയൊരു മഹത്തായ സംഭവത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. അത് നമ്മുടെ മതേതര കാഴ്ചപ്പാടിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചു. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ ഉയർച്ച അതിന് ഇത് സഹായം ചെയ്യും. ഗുഡ് മോർണിംഗ് എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അയ്യപ്പന്മാരിവിടെ വരുമ്പം യാതൊരു ഉപദ്രവവും കൂടാതെ സന്തോഷത്തോടെ അവർ പോകണം. നാളെ വന്ന് പറയണം കേരള പീപ്പിളും അവർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസം ഇത്രയും പോകുന്നത്. വേറൊരു കാര്യം, ഒരു പരസ്യവും നമ്മൾ കൊടുക്കുന്നില്ല. ഇവിടുത്തെ ടൂറിസ്റ്റ് ഹോട്ടലുകളെല്ലാം ഫുള്ളാണ്. എന്താ കാര്യം? ഇവിടെ വരുന്നവർക്കറിയാം നമ്മുടെ പെരുമാറ്റം. നമ്മളെങ്ങനെയാണ് പാടത്ത് പണിയെടുക്കാൻ പോകുന്ന കർഷക തൊഴിലാളി വരെ കുളിച്ച് പ്രാർത്ഥിച്ച് അവരവരുടെ വിശ്വാസ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞൊക്കെയാണ് പോകുന്നത്. അവൻ അത്രയ്ക്ക് അവൻ പോകുന്നത് ചെളിയിലേക്ക് പണിക്കാം. പക്ഷേ അവൻ പോലും അങ്ങനെയുള്ളൊരു നാടാണിത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഓടിയെത്തുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന അയ്യപ്പന്മാരാണേലും ആ വാഹനം ഓടിച്ച് വരുന്ന തൊഴിലാളികളാണേലും പറയുമല്ലോ, കേരളം വണ്ണമങ് ബസ്, അവിടുത്തെ ജനങ്ങൾ വണ്ണമങ് ബസ്, നിങ്ങൾക്ക് എവിടെ ഇറങ്ങി നടക്കാം, ഏത് പാതിരാത്രിക്കും ഇറങ്ങി നടക്കാം. അവിടെ ഇങ്ങനെ ഗുണ്ടകളൊന്നും സെറ്റപ്പായിട്ട് ഒരുത്തനുമില്ല. ഉണ്ടെങ്കിൽ അവൻ്റെ കൊങ്ങായിക്ക് പിടിക്കാൻ കരുത്തന്മാരായ പോലീസ് ഓഫീസർമാരുണ്ട്, കരുത്തന്മാരായ എക്സൈസ് ഓഫീസർമാരുണ്ട്, കരുത്തന്മാരായ ഫോറസ്റ്റ് ഓഫീസർമാരുണ്ട്, സർവോപരി കൈക്കല്ലുള്ള ആണുങ്ങളുണ്ട്, യുവ സംഘടനകളുണ്ട്, യുവാക്കളുണ്ട്. അവർക്കറിയാം. അതുകൊണ്ട് ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളെ അടുത്ത് കൂടുതൽ എന്നാ ഒരു പൂവാലന്മാരല്ലേ ഈ നിയമം കയ്യിലെടുക്കുന്ന ആളുകളുണ്ടല്ലോ, ആ സ്ഥലത്ത് അവരെ കൈകാര്യം ചെയ്യുന്നത് നാട്ടുകാർ തന്നെയാണ്. ഓടിച്ചിട്ടടിക്കും. ഒരു യുവാവ് ഒരു പ്രണയത്തിലായിരിക്കുക, ഒരു പാർക്കിൽ വന്നു, അല്ലെങ്കിൽ ഒരു ബീച്ച് വന്നു, അവർക്ക് സദാചാര പോലീസ് കളിക്കാൻ നിന്ന നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കുന്ന നാട്ടിലുണ്ട്. കാരണം അതൊക്കെ ചോദിക്കാനും പറയാം. ഇവിടെ യൂണിഫോം ഇട്ട് ആമാശന്മാരുണ്ട്, അവർ വേണമെങ്കിൽ ചോദിച്ചോളും, അല്ല നീ പോടാന്ന് പറയും. അതാണ് ഇവിടെ കേരളം. അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ഇത്രയും. നമ്മുടെ മനസ്സാണ് നമ്മുടെ മുഖം. ആ മുഖമാണ് ഇവിടുത്തെ ഗവൺമെൻറ്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഗവൺമെൻറ് നമ്മുടെ മുഖമാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. Simon Wagi signing off. It's me, Simon, YouTube channel. Okay.